അരുണ്, ഈ മണ്ണിനടിയിലെ ലോഹ സാന്നിധ്യം അതിലേക്ക് തന്നെയാണ് എല്ലാ കണ്ണുകളും ഇപ്പോൾ. എനിക്ക് തോന്നുന്നു ഇതൊരു നിർണായക ഘട്ടമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് അല്ലേ? അസ്മിത, തീർച്ചയായിട്ടും നേരത്തെ ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മറ്റ് റവന്യൂ സംവിധാനങ്ങളെല്ലാം ഈ മണ്ണിനടിയിൽ ലോറി ഇല്ല എന്ന് പറഞ്ഞപ്പോഴും രക്ഷാദൌത്യത്തിലുള്ള ചിലർ ഉറപ്പിച്ചു പറഞ്ഞത് അത് സ്ഥിരീകരിക്കരുത്, അതിനപ്പുറത്തേക്കുള്ള വലിയ മൺകൂന ഇനിയുമുണ്ട്, അവിടെ പരിശോധന നടത്തിയാൽ മാത്രമേ അത് സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നതാണ് പറഞ്ഞിരുന്നത്. ഇതേ തുടർന്ന് നടത്തിയ റഡാർ സിസ്റ്റത്തിന്റെ പരിശോധനയിലാണ് ഇപ്പോൾ ഈ ലോഹ സാന്നിധ്യം 8 മീറ്റർ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് ഏറ്റവും നിർണായകമാണ്. അത് നമുക്ക് സ്ഥിരീകരിക്കണമെങ്കിൽ ഇത് മണ്ണ് മാറ്റി അതിലല്പം കൂടി ഒന്ന് കാത്തിരിക്കണം. അതുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സിഗ്നൽ ലഭിച്ചു എന്നത് ജില്ലാ ഭരണകൂടവും സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിവരം രക്ഷാ ദൗത്യ സംഘത്തിന്റെ ഭാഗമായി അവർ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിട്ടുണ്ട് എന്നത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അവിടെ ഈ മണ്ണ് നീക്കം ചെയ്ത് നിലവിൽ ഇപ്പോൾ ഈ ലോഹ സാന്നിധ്യം മെറ്റൽ സാന്നിധ്യം കണ്ടെത്തിയ ഭാഗത്ത് ഈ പരിശോധന മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന നിലവിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത് നിലവിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള സിഗ്നൽ അവർ മോണിറ്റർ ചെയ്യും. ഈ മണ്ണ് നീക്കം ചെയ്ത് വീണ്ടും ആ പരിശോധന നടത്തും. അതിലൂടെ അതിലൊരു ക്ലാരിറ്റി വരുത്താൻ സാധിക്കുമെന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ മണ്ണിനടിയിലല്ല 99% ഇത് പുഴയിലാണ് എന്ന നിഗമനത്തിലേക്കൊക്കെ ഇവിടെ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ എത്തിയിരുന്നു. അതിന്റെ ഭാഗമായി പുഴയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള തെരച്ചിൽ നടക്കുന്നതിനിടെയാണ് വളരെ നിർണായകമായിട്ടുള്ള വിവരം. അതെ, അരുൺ പറഞ്ഞതുപോലെ വളരെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലുള്ള തെരച്ചിലെല്ലാം തന്നെ രാവിലെ മുതൽ ഇരുട്ടും വരെയുള്ള തെരച്ചിലിൽ ഒന്നും തന്നെ ഇത്തരത്തിലൊരു ചെറിയൊരു സൂചന പോലും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ 8 മീറ്റർ താഴ്ചയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്.